ആ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും പേനായും ഒക്കെ എടുത്ത് വെച്ചല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ. അതിനകത്തിലെ എത്രാമത്തെ സെക്ഷൻ? നാലാമത്തെ സെക്ഷൻ. സെക്ഷന്റെ പേര് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസിലെ പേജ് നമ്പർ 202 എത്രാമത്തെ എക്സസൈസ് ആയിരുന്നു? 5ാമത്തെ എക്സസൈസ് ആണോ? എക്സസൈസ് 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ശരി, 1ാമത്തെ ചോദ്യം അഭിരാമി എം പിള്ള ഒന്ന് വായിക്കൂ. നോക്കാം, ചോദ്യം ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കിളിനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? അപ്പൊ എഴുതാത്തൊരു എന്റെ കൂടെ എഴുതി വരണം. ഇരിക്കൂ മാഡം. എന്തോ ആ ആ ആ അപ്പൊ ചോദ്യം ആരെ കുറിച്ചാ പറയുന്നത്? അപ്പൊ എഴുതുക ഹെഡിങ് റെക്ടാങ്കിൾ. ഇവിടെ ഓൺലൈൻകാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ, ആദിത്യോ കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, റെക്ടാങ്കിൾ എന്ന ഹെഡിങ് കൊടുക്കുക. റഫായിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. റെഡിങ് ഉള്ളവരെല്ലാം റെഡിങ് കൊണ്ടേ എഴുതാവൂ, അല്ലാത്തവർ മാത്രം ഇന്നത്തേക്ക് സാധാരണ മഷി കൊണ്ട് എഴുതിക്കോളാം. റെഡിങ് കൊണ്ടേ എഴുതാവൂ. റെക്ടാങ്കിൾ അറിയോ? ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലല്ലോ, അതിനുള്ള പുരസ്കാരമല്ല ഇപ്പൊ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും റെഡിങ്ങിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ എത്ര മീറ്റർ നീളം കൂടുതലുണ്ട്? അപ്പൊ അത് സുപ്രധാനമായ ഒരു സ്റ്റെപ്പാണ്. ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ 2 മീറ്റർ നീളം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? എക്സും x+2. ആരെ എക്സ് ആയിട്ട് എടുക്കും? ആരെ x+2 ആയിട്ട് എടുക്കും? ആരെയാ? ബ്രെഡ്ത്തിനെ എക്സ് ആയിട്ടും ലെങ്തിനെ x+2 ആയിട്ട് എടുക്കും. അപ്പൊ അടുത്ത വരിൽ എഴുതുക ബ്രെഡ്ത്ത് ഈക്വൽ എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ് ബ്രെഡ്ത്ത് ഈക്വൽ എക്സ്. എഴുതാത്തൊരു എഴുതിക്കോണം. ബ്രെഡ്ത്ത് ഈക്വൽ എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്, വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഈക്വൽ നീളം സമം x+2. ഈ 2 സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ക്വസ്റ്റ്യനകത്തിൽ ആരെ കുറിച്ചാണ് അടുത്ത ഇൻഫർമേഷൻ? ഏരിയ. എഴുതുക ഏരിയ ഈക്വൽ പരപ്പളവേ സമം എത്രയാണ്? ഏരിയ പരപ്പളവ് 48 സ്ക്വയർ മീറ്റർ. ദാറ്റ് മീൻസ് മീറ്റർ സ്ക്വയർ. സ്ക്വയർ മീറ്റർ മീൻസ് മീറ്റർ സ്ക്വയർ. ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ 48. എഴുതുന്നില്ല, ചെയ്തരാം. ലെങ്ത് എത്രയാണ്? അപ്പോ x+2 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 48. ഇനി ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ 48. ഇതൊരു ഇക്വേഷൻ ആക്കാനുള്ള മാർഗം 48നെ കൂടെ എങ്ങോട്ട് കൊണ്ടുവരിക? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് കിട്ടും? പറഞ്ഞാട്ടെ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഈസ് ഈക്വൽ ടു 0. ഈ ഇടതുവശത്ത് കിടക്കുന്ന ആളിനെ മാത്രം എടുത്താൽ അതാരാണ്? ഇടതുവശത്ത് കിടക്കുന്ന ആളിനെ മാത്രം പരിഗണിച്ചാൽ അതാരാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അത് മാത്രം പരിഗണിച്ചാൽ സെക്കൻഡ് ഡിഗ്രി, അതിന്റെ കൂടെ ഈസ് ഈക്വൽ ടു 0 ഇടുമ്പോൾ അത് ആരായിട്ട് മാറും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറും. നമ്മൾ ഇതുവരെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ലാസ്റ്റ് സെക്ഷൻ. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യും?
ഫാക്ടറൈസേഷൻ നടത്തും. എന്ത് നടത്തും? അപ്പൊ അതങ്ങോട്ട് എടുത്ത് എഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ആണോ? ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ എ പ്ലസ് ബിയുടെ വില 2, എ ബിയുടെ വില -40. നീ ഇതിന്റെ അർത്ഥം ഒരു സാധാരണക്കാരന്റെ ഭാഷയെ പറഞ്ഞ് ഇപ്പൊ എഴുതി വെച്ചേക്കതിന്റെ അർത്ഥം, രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 2 വരണം. അതേ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -48 കിട്ടണം. അങ്ങനെ വല്ല നമ്പർ ഉണ്ടോ? പെട്ടെന്ന് പറയും. ഇല്ല. നിങ്ങൾ മറ്റേ a - b ഹോൾ സ്ക്വയർ അങ്ങനെ ചെയ്ത് വേണ്ട. 6 ഉം 8 അല്ലേ? 6 ഗുണം 8 48 അല്ലേ? പക്ഷെ അത് -48 അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇതിൽ ഒരാൾ ആരായിരിക്കണം? മൈനസ് ആയിരിക്കണം. അതാരാണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ സമ്മ നോക്കിയാൽ മതി. കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആകണമെങ്കിൽ വലിയ നമ്പർ പോസിറ്റീവും ചെറിയ നമ്പർ നെഗറ്റീവ് വരണം. അപ്പോ 8 പോസിറ്റീവും 6 നെഗറ്റീവും. ശരിയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. -6ഉം +8ഉം കൂടെ കൂട്ടുന്നു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. 8ൽ നിന്ന് 6 കുറച്ചാൽ 2. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണോ? അടുത്തത് രണ്ടാമത്തേത് 6 ഗുണം 8 48. ഒരാള് മൈനസ് ആയതുകൊണ്ട് ഉത്തരവ് എന്ത് വരും? മൈനസ് വരും. അപ്പൊ ഇത് വെച്ച് നമ്മുടെ ഫാക്ടേഴ്സ് പറഞ്ഞ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഇസ് ഈക്വൽ ടു ഒരു പാഠത്തിലെ 4ാമത്തെ സെക്ഷനായി. ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 6. ആണോ? ഓക്കെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ നമ്മളിപ്പോ എഴുതി വെച്ചേക്കുന്നേ? ആണോ? അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഇൻറ്റു മിണ്ടുന്നില്ല എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് 0 വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ എക്സ് പ്ലസ് 8 എന്തായിരിക്കണം? അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ എക്സ് മൈനസ് 6 എന്തോ വരണം? അപ്പോൾ എക്സ് ഈക്വൽ ഇത് അപ്പുറത്ത് പോട്ടെ -8, അല്ലെങ്കിൽ എക്സ് ഈക്വൽ -6 ഇപ്പുറത്ത് വരട്ടെ +6. ഓക്കെ. ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓൺലൈൻകാർക്ക് ഇവിടം വരെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എന്താണ്? കീർത്തന പറഞ്ഞിട്ട് ഇല്ല. ഞാൻ എഴുതുമ്പോ നിങ്ങൾ എന്നോട് എഴുതുന്നില്ല ഇതൊന്നും. അയ്യോ അടുത്തത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിനെ. ആ എക്സിന് ഇപ്പൊ എത്ര വില കിട്ടി? -8ഉം 6ഉം. എന്തെങ്കിലും അഭിപ്രായം? നെഗറ്റീവ് എടുക്കത്തില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് പറയും. എക്സ് ഈക്വൽ -8 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എക്സ് ഈക്വൽ -8 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. Therefore അങ്ങനാണെങ്കിൽ എക്സ് ഈക്വൽ 6. അപ്പൊ ഇനി അടുത്ത വരി. when x is equal to 6, ഈ തുടങ്ങിയ 2 സ്റ്റെപ്പിലോട്ട് തിരിച്ചു വരുന്നു. പറഞ്ഞാട്ടെ. ബ്രെഡ്ത്ത് ഈക്വൽ എക്സ് ഈക്വൽ 6. അടുത്ത ലെങ്ത് ഈക്വൽ എക്സ് പ്ലസ് 2 ഈക്വൽ 6 + 2 ഈക്വൽ 8. യൂണിറ്റൂടെ വേണ്ടേ?
യൂണിറ്റൂടെ വേണ്ടേ? യൂണിറ്റ് പറഞ്ഞാട്ടെ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ലെങ്തിന്റെ യൂണിറ്റും. ഉത്തരം ശരിയാണോ? എങ്ങനെ മനസ്സിലായി? ബ്രെഡ്ത്തിനേക്കാൾ 2 കൂടുതലുണ്ട് ലെങ്ത് ആണോ? ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ എന്ന് പറയുന്നത്? 6 × 8 = 48, 48 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയയും കിട്ടുന്നു. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണല്ലോ? ചെയ്തുകൊണ്ട് വന്നവർക്ക് ഇങ്ങനെയാണോ ഉത്തരം കിട്ടിയത്? ആണോ? ആണോ? എന്ത് നിസ്സാരമായ കണക്കാണ്. ഓൺലൈൻകാർക്ക് ഈ കണക്ക് മനസ്സിലായോ? എന്താണ് അമൃത ശ്രീകുമാർ രണ്ടാമത്തെ ചോദ്യം? ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ കേൾക്കുമ്പോ ആകപ്പാടെ ഇരിക്കും. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് ചോദ്യം. ആരെ കുറിച്ചാണ്? അപ്പോ ഹെഡിങ് കൊടുക്കുക, റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് കൊടുക്കുക. റൈറ്റ് ട്രയാങ്കിൾ. എന്നിട്ട് നമ്മള് ഒരു റൈറ്റ് ട്രയാങ്കിള് റഫായിട്ട് വരയ്ക്കുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിള് റഫായിട്ട് വരയ്ക്കും. 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. അതിന് ABC എന്ന് പേര് കൊടുക്കും. എന്ത് പേര് കൊടുക്കുന്നു? ABC. ഓക്കെ, പേന താത്ത് വെച്ചിട്ട് ഒന്നാമത്തെ സെന്റൻസ് നോക്കാം. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ലെസ് ദാൻ twice the length of the side perpendicular to it. ഒന്നുകൂടെ വായിച്ചാട്ടെ. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ്, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 centimeter ലെസ്. അർത്ഥം 1 സെന്റിമീറ്റർ കുറവാണ്. ആരേക്കാൾ? twice the length of the side perpendicular to it. ആ സൈഡിനോട് പെർപെൻഡിക്കുലർ ആയ ഒരു സൈഡുണ്ട്. ആ സൈഡിന്റെ ടോയ്സിനേക്കാൾ 1 സെന്റിമീറ്റർ കുറവാണ് അയാളുടെ കാര്യം. എന്ന് പറയുമ്പോ ഈ പടത്തിലെ ആരെയൊക്കെ കുറിച്ചാണ് അത് പറയുന്നത്? ഈ റൈറ്റ് ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ ആയ സൈഡുകൾ ഏതൊക്കെയാ? ബേസും ഓൾട്ടിറ്റ്യൂഡും, അതായത് BC-യും AB-യും അവര് തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പൊ ഞാന് ഇതിലെ BC-യെ എന്തായിട്ടെടുത്താൽ, X ആയിട്ടെടുത്താൽ, ഇതിലെ AB-യെ എന്തായിട്ടെടുക്കും? 2x മൈനസ്. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഒന്നുകൂടെ വായിച്ച സെന്റൻസ്. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ലെസ് ദാൻ twice the length of the side perpendicular to it. അപ്പൊ BC X ആണെങ്കിൽ AB എന്തോ വരും? ഓക്കെ, ബാക്കി വായിച്ചാട്ടെ. The hypotenuse is 1 centimeter more than twice this side. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ടല്ലോ, ഈ സൈഡിന്റെ ടോയ്സിനേക്കാൾ ഒന്ന് കൂടുതലാ. അപ്പൊ അതെങ്ങനെ എഴുതും? 2x + 1. എങ്ങനെ എഴുതും? 2x + ഈ 3 സൈഡ് എഴുതിയതിൽ നില എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ബാക്കി വായിച്ചാട്ടെ. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്? ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പടം വരച്ചാട്ടെ എല്ലാരും. വരച്ചോ? മെഷർമെന്റ് ഒക്കെ എഴുതിയോ? ഓക്കെ, ഞാൻ എഴുതുമ്പോ എന്റെ കൂടെ എഴുതണം, പിന്നെ എഴുതാനിരിക്കരുത്. സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. BC X ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
വിച്ച് ഇംപ്ലൈസ് എ ബി ഈക്വൽ 2x minus 1 എ സി ഈക്വൽ 2x plus 1. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അല്ല, ഈ സാധാരണ കണക്കിനകത്തിലൊക്കെ ഏരിയ, പെരിമീറ്റർ, ഇങ്ങനൊക്കെ ചില മെഷർമെന്റ് തരുമായിരുന്നു. ഇവിടെ ആകെപ്പാടെ ഈ 3 സൈഡിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഇനി കണക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള ബന്ധമാണ് പൈതഗോറസ് തിയറം. എന്താണ്? അപ്പൊ എഴുതുക, യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് പൈതഗോറസ് തിയറം. അണ്ടർലൈൻ ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മുടെ പടത്തിൽ ആരാണ് ഹൈപ്പോട്ടന്യൂസ്? എ സി. അപ്പൊ എ സി സ്ക്വയർ ഈക്വൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഓക്കെ ഓക്കെ. ഇതിന്റെ എല്ലാ മെഷർമെന്റ് നമ്മൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആ വില അങ്ങോട്ട് കൊടുക്കുക. എന്റെ കൂടെ എഴുതിക്കോണം. പറഞ്ഞാട്ടെ. 2x plus 1 the whole square is equal to x square plus 2x minus 1. ഇതിലെ ആദ്യത്തെ ആളിനെ നിങ്ങൾ സൈഡിലോട്ട് വർക്കിംഗ് കോളത്തിലോട്ട് മാറ്റി വന്നിരിക്കെ 2x plus 1 the whole square. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അതുകൊള്ളു എ പ്ലസ് ബി അല്ലെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? ആദ്യം 2x സ്ക്വയർ, 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 into 2x into 1 ആണോ? പ്ലസ് 1 സ്ക്വയർ. 2x സ്ക്വയർ, 2 സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. 2 into 2x into 1 4x പ്ലസ് 1 സ്ക്വയർ 1. അപ്പൊ ഈ ആദ്യത്തെ ആളിന്റെ പകരം നമുക്ക് എന്തെഴുതി വെക്കാം? എന്തെഴുതി വെക്കാം? എന്തെഴുതി വെക്കാം? വർക്കിംഗ് കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞാട്ടെ. 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 ഈക്വൽ ഈക്വൽ എക്സ് സ്ക്വയർ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിനി എക്സ്പാൻഡ് ചെയ്യണ്ട, പകരം നേരിട്ട് ഉത്തരം പറയും. ഇത് 2x plus 1 the whole square, ഇത് 2x minus 1 the whole square. ഇതിന്റെ എക്സ്പാൻഷനുകൾ തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ പ്ലസ് 4x പകരം അവിടെ മൈനസ് 4x വരും. ഇത് വരും. അപ്പൊ എഴുതിയാട്ടെ അവിടോട്ട്. പറഞ്ഞാട്ടെ. 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. ഇത്ര ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. നമ്മൾ ഈ വലതുവശത്ത് കിടക്കുന്ന എല്ലാരെയും കൂടെ പെറുക്കി ഇടതുവശത്തോട് കൊണ്ടുവരുന്നു. പറഞ്ഞാട്ടെ. 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1. ഇത്രയും ടേം എവിടെ ഉണ്ട്? ഇത്രയും ടേം എവിടെ ഉണ്ട്? ഉണ്ടെന്നില്ല. ഇത്രയും ടേം എവിടെ ഉണ്ട്? ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടേമുകൾ ഓരോന്നായിട്ട് ലെഫ്റ്റിലോട്ട് വരുക. ഈ എക്സ് സ്ക്വയർ ലെഫ്റ്റിലോട്ട് വരുമ്പോ മൈനസ് എക്സ് സ്ക്വയർ ഇത് വരും. ഓക്കെ. ഈ 4x സ്ക്വയർ ലെഫ്റ്റിലോട്ട് വരുമ്പോ മൈനസ് 4x സ്ക്വയർ. ഈ മൈനസ് 4x ലെഫ്റ്റിലോട്ട് വരുമ്പോ പ്ലസ് 4x. ഈ പ്ലസ് 1 ലെഫ്റ്റിലോട്ട് പോകുമ്പോ ഈസ് ഈക്വൽ ടു 0. സംശയമുണ്ടോ? ഇല്ല. ആരണ്ടൊക്കെ ക്യാൻസൽ ആയി പോവല്ലോ. 4x സ്ക്വയറും മൈനസ് 4x സ്ക്വയറൂടെ ക്യാൻസൽ ആയി. പിന്നെ അങ്ങനെ ക്യാൻസൽ ആവുന്നു. പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയി പോയി. ഇനി ആരൊക്കെ മിച്ചമുണ്ട്? ഒരു മൈനസ് എക്സ് സ്ക്വയർ മിച്ചമുണ്ട് ഇല്ലയോ?
ഒരു മൈനസ് എക്സ് സ്ക്വയർ വെച്ചല്ലേ. ആ പ്ലസ് 4x പ്ലസ് 4x അങ്ങനെ വിട്ട് കളയും. 8x എന്തോ 8x പ്ലസ് 8x ഈസ് ഈക്വൽ ടു, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? അല്ലയോ? യോ ആണ്. ഒരു ടേമിന്റെ മിസ്സിങ്ങേ ഉള്ളൂ. ഏത് ടേം? ഏത് ടേമിന്റെ മിസ്സിങ്? ഇതുവരെ നിങ്ങൾ എഴുതി വന്നിരുന്ന ഇക്വേഷനകത്തിലുള്ള ഒരാള് ഇവിടെ ഇല്ല. ആരാണ് അയാള്? കോൺസ്റ്റന്റ് ടേം ഇല്ല. ആരില്ല? ഇനി നിങ്ങൾ ആരോടും പറയണ്ട. അതുകൊണ്ട് ഇതുവരെ ചെയ്ത മെത്തേഡ് ചെയ്യണ്ട. അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. വളരെ പെട്ടെന്ന് ഈ രണ്ട് ടേമിൽ നിന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. എക്സിനെ ആരെടുക്കാം? അങ്ങനെ എക്സിനെ കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു പിന്നെന്ത് വരും? മൈനസ് എക്സ് മൈനസ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു, സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അകത്തോട്ട് കുടിച്ചു നോക്കിക്കേ. എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 8x. ഓക്കെ, ഒന്നുമില്ല. ഇത് രണ്ടുകൂടെ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം 0. അങ്ങനെ വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ എക്സ് എന്തായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ മൈനസ് എക്സ് പ്ലസ് 8ന്റെ വില എന്തോ വരണം, 0 വരണം. ഇതൊന്നും ആരും എഴുതുന്നില്ലേ? എല്ലാം ഇങ്ങനെ മൃഗസ്യെന്ന് പറഞ്ഞിരിക്കുവന്നോ എഴുതാനേ? ഇനിയിപ്പോ ഇവിടെ പ്രത്യേകം ഞാനില്ല. ഇവിടെ ഇപ്പൊ എക്സിന്റെ വില 0 ഒന്ന് കിട്ടി, അവിടെ കിടന്നോട്ടെ. ഇതിനകത്ത് ഇനി എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കും? ഈ മൈനസ് എക്സ് ഇപ്പുറത്തോട്ട് പോരെ. 8 ഈക്വൽ മൈനസ് എക്സ് റൈറ്റ് വരുമ്പോ 0 പ്ലസ് എക്സ്, അപ്പൊ എക്സ് ആവും. അപ്പൊ എക്സ് ഈക്വൽ എടേ ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? ഓക്കെ. അഭയദേവി, അങ്ങനെ എക്സിന് 2 വില കിട്ടി. ഈ വിലയെ കുറിച്ചുള്ള അഭയദേവിന്റെ ഒരു അഭിപ്രായം? മറ്റാർക്കെങ്കിലും അഭിപ്രായം? എക്സ് ഈക്വൽ 0 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതെടുക്കാൻ പറ്റത്തോ? അതെടുത്താൽ ബേസ് 0 ആയിപ്പോ. ബേസ് 0 ആയാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെന്ത് എഴുതി വെക്കും? എഴുതുക, എക്സ് ഈക്വൽ 0 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എക്സ് ഈക്വൽ 0 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അപ്പോൾ therefore x ഈക്വൽ ഇനി when x ഈക്വൽ 8, എക്സിന്റെ വില എത്ര ആയാൽ 8 ആയി. നമ്മൾ ഈ പടത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ബി സി എ. ബി സി ഈക്വൽ എക്സ് ഈക്വൽ 8 യൂണിറ്റ് വല്ല പറഞ്ഞുണ്ടായിരുന്നോ? സെന്റിമീറ്റർ. അപ്പൊ 8 മീറ്റർ. സെന്റിമീറ്റർ ആണോ? അപ്പൊ സെന്റിമീറ്റർ. ഓക്കെ. അടുത്ത ആരായിരുന്നു? എ ബി ഈക്വൽ 2x മൈനസ് 1. അപ്പൊ 2 ഇൻറ്റു 8 മൈനസ് 1, 2 ഇൻറ്റു 8 16 മൈനസ് 1 ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഞാൻ ബോർഡ് സ്ഥലമില്ലാത്തതുകൊണ്ട് വലത്തോട്ട് എഴുതുന്നു, നിങ്ങൾ നേരെ താഴോട്ട് എഴുതണം. പറഞ്ഞ അടുത്ത ആളാരാ? എ സി. എ സി ഈക്വൽ 2x പ്ലസ് 1 ഈക്വൽ 2 ഇൻറ്റു 8 പ്ലസ് 1. അപ്പൊ 16 പ്ലസ് 1 ഈക്വൽ 17. ഓക്കെ, ഇതുകൊണ്ടെന്തെങ്കിലും ഇല്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഓൺലൈൻകാർ എഴുതിയോടെ? എഴുതി സാർ. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി.
അപ്പോൾ മൂന്നാമത്തെ ചോദ്യം സഫ്നാസ് ഒന്ന് വായിച്ചേ. ഉം, 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 ഉം. ആ ചോദ്യത്തിനർത്ഥം, ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായാലല്ലേ പരീക്ഷിക്കാൻ പറ്റും. അല്ലെ പിന്നെ ക്ലാസ് റൂമിൽ നമുക്ക് ഫോൺ തരണം, അപ്പൊ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ സാധാരണ ക്ലാസ്സിൽ കാണിക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ ആരെങ്കിലും മലയാളം മീഡിയം പിള്ളേർ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് മേടിക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കും, അവരുടെ ക്വസ്റ്റ്യൻ വായിക്കും, അർത്ഥം മനസ്സിലാക്കിയെടുക്കും. ഇതാണ് നടക്കുന്ന പരിപാടി. പക്ഷെ പബ്ലിക് എക്സാമിനേഷന് മലയാളം മീഡിയംകാർ വേറെ ക്ലാസ്സിലും ഇംഗ്ലീഷ് മീഡിയക്കാർ വേറെ ക്ലാസ്സിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ അർത്ഥം മനസ്സിലായാലല്ലേ കണക്ട് ചെയ്യാൻ പറ്റൂ. ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് തൊട്ട് തുടർച്ചയായിട്ടുള്ള 300 വരെ നിന്നുമല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനൊക്കെ അർത്ഥം എടുക്കുന്നതോടെ ആൻസർ മൊത്തം തെറ്റിപ്പോവും. 1 മുതൽ തുടർച്ചയായിട്ടുള്ള